അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ എവിടെ എന്താ പറഞ്ഞ അനാമിക. അനാമിക ഇനി എന്ത് ചോദിക്കും? ഞാൻ ചോദ്യത്തിനോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ പറഞ്ഞോട്, നാളെ പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. അല്ലേ അന്ന് പ്രാർത്ഥിച്ചു. ആത്മാവേ ആത്മാവേ പോ, ആത്മാവേ പോന്ന് പറ. ആത്മാവേ പോ, 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 ആത്മാവേ പോ. ആത്മാവ് പോയോ? ആത്മാവ് പോയോ? പോയി തോന്നുന്നു. ഒരുപാട് സ്ഥലത്ത് ഈ സാധനമൊക്കെ കളിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇതെന്ത് പറഞ്ഞെങ്കിൽ ഇന്ന് ലാസ്റ്റ് ഇനി കളിക്കണ്ട, അനക്ക് പേടിയാണ്. നീ ആരാ വന്നെന്ന് കണ്ടോ? ആര്? അനാമിക. എനിക്ക് പേടിയെന്ന് ലിവിംഗ് റൂമിൽ പോയിരിക്കും, അവിടെ ഇതുണ്ടല്ലോ സേവുണ്ട്. അനാമിക, അതെ അനാമികനൊന്ന് എടാ അനാമിക 2+2 എത്ര? 4. മഴവില്ലിന് എത്ര കളറുണ്ട്? മഴവില്ല മഴവില്ലിന് മഴവില്ല കരിക്കുട്ടന്റെ ശരിക്കും പേരെന്താ? അതെ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരെന്ന് പറയാം. ഇതെന്താ ഇറങ്ങിക്കൊണ്ടിരിക്കണത്? അത് ചിലപ്പോ ആത്മാവിന് ആൻസർ പറയാൻ മൂടില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അങ്ങനെയുണ്ട്. ആ കണ്ട, അതാണ് ആദ്യത്തെ അക്ഷരമെങ്കിലും പ്ലീസ് പ്ലീസ്. ഗൗരി. പാൽക്കാരി ഗൗരിയോ? ആ, അവൾക്ക് ഇങ്ങനെ ഒരു നോട്ടമുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടെ മെസ്സേജ് അയച്ചതാ, പാലിന്റെ പൈസയും ചോദിച്ചിട്ടേ. അന്നെങ്കിൽ അനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് പറയാം. എന്റെ അറിയണം, എന്റെ ആദ്യം നിർത്തി. എന്തൊക്കെയാണ്? മതി മതി, നമുക്ക് ഇന്ന് നിർത്താം കളി. നമുക്ക് സിഗരറ്റ് വെച്ചിട്ടൊന്നുമല്ല. വേണ്ട വേണ്ട വേണ്ട, വിളിച്ചു ഞാൻ ഇരിക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വെച്ചിട്ടുണ്ട് കൈ പയ്യ വിളിച്ചു കേട്ടോ. അത് കുഴപ്പമില്ല, ഇല്ല, എനിക്ക് എന്റെ കൊച്ചിന്റെ വേണ്ട, ഞാൻ അതവൻ ചോദിച്ചോളൂ. എനിക്കാണ്. നിനക്കെന്താ ചോദിക്കാനുള്ളത്?
ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഫസ്റ്റത്തെ ലെറ്റർ. എന്ത് സീറ്റ് വെച്ചിട്ടില്ല. അമ്മയുടെ സത്യം ഞാൻ കണ്ടതാ. ജിബി ചോദിക്കുന്നു ഗ്ലാസ് ഉത്തരം പറയുന്നു, ജിബി ചോദിക്കുന്നു ഗ്ലാസ് ഉത്തരം പറയുന്നു. ഓഹ് എൻ്റെ പൊന്നളി, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നീയൊക്കെ നുണയാന്ന് പറഞ്ഞേനെ. ഇവനുണ്ടായിരുന്നു, ചോദിച്ചു നോക്ക്. ഇവിടെ ഒരുത്തുണ്ട്, തൊണ്ട കീറി വിളിച്ചിട്ട് ഗ്ലാസ് ഒന്ന് അനങ്ങിയത് പോലും ഇല്ല. എന്നാൽ കാറ്റടിച്ചെങ്കിലും നനക്കാൻ നോക്കിയവ, അതുപോലും നടന്നില്ല. മരക്കഴങ്ങൻ എടേ, ഞാനിത് ഒരുപാട് കണ്ടിട്ടുള്ള, ഞാനല്ലേ അവനും പഠിപ്പിച്ചു കൊടുത്തത്. ഇതെന്തോ ഉടായിപ്പാ, ആത്മാവ് ഇതുപോലെ ഒന്നും ഇറങ്ങിയൊന്നുമില്ല എൻ്റെ പൊന്നളിയാ. എടാ ഇത് അസൂയാളിയാ, നീ വിട്. അവിടെ ഇരിക്കുന്ന തേങ്ങ കൊത്തുന്നത് കഴിക്കല്ലേ, എലി വിഷം വെച്ചേക്കണേ. അവിടെ കിടക്കുന്നതല്ലേ, ഇതിനകത്ത് കിടക്കുന്നതൊന്നുമല്ലല്ലോ. ഇവിടുത്തെ കാര്യം പറഞ്ഞു. നിനക്ക് ആ എലിപ്പെട്ടി വല്ല മേടിച്ചാൽ പറ്റായിരുന്നു. അതൊക്കെ വെച്ച് നോക്കിയതാണ്, വെറുതെ വന്ന് തിന്നുകൊണ്ട് പോയത്. നീ എവിടെ പോയതാ? പുറത്ത്. വൈകിട്ട് പോലെട്ടാ, കളിയുണ്ട് ഇവിടെ. രാത്രിയല്ലേ? ആ രാത്രി കളിക്കാം. അമ്പോ അടുത്ത് കഴിക്കലടാ, എലി വിഷം വെച്ചേനാണ്. നീയെ കൂടി മനുഷ്യന്മാരെ കൊല്ലോ. ഞാൻ പറഞ്ഞാണല്ലോ അവിടെ ഇവിടെ കിട്ടണ്ടെന്ന്. ആരോട്? என்ன மச்சான் போட்டிருக்காங்க? தேங்காய் பற்றி எங்கன்னா இருந்துச்சுன்னா எடுத்து சாப்பிட்றாத, எலியேசம் இருக்குன்னு போட்டிருக்கு. ஹாய், എൻ്റെ ഫ്രണ്ട് ആദി. 5 വർഷം. 5 വർഷം ഞാൻ എന്തായാലും കല്യാണം കഴിക്കും. வாய்ஸ், എൻ്റെ ഫ്രണ്ട് ആദി. എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ കല്യാണം എത്ര വർഷം കഴിഞ്ഞു? എനിക്ക് കല്യാണം ഇല്ല. എടാ എനിക്ക് 5 വർഷം കഴിഞ്ഞെങ്കിലും ഉണ്ട്, നിനക്കില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെടും. അയ്യോ, അത് അനാമികയുടെ എന്തിനായിരിക്കുന്നത്? ഞാൻ പറയാം, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. பிரதர், இதெல்லாம் என்ன கொஸ்டின்? இதுக்கு நானே பதில் சொல்லுவேனே. அப்போ நீயே கேளு. சரி, நான் ஒரு பூனை வளர்த்தேன். அதோட பேர் என்னன்னு கேட்டு சொல்கிறீங்களா? അതെ, ആത്മാവിന് മൂടിയില്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ പറയില്ല കേട്ടോ. അതിന് പകരം അങ്ങനെ വട്ടം ചുറ്റും. മാർസ്. டேய், யாருக்குமே தெரியாதுடா. கரெக்டா? அது செத்து 4 வருஷம் ஆச்சுடா. 6. மச்சான் கரெக்டா, செத்து 4 வருஷம் இல்லை, 6 வருஷம் ஆகுதுடா. இங்கடா வந்து மாட்டி விட்டுருக்க. உங்கடா டேய். இருடா, பேசி தீர்த்துக்கலாம்டா. பேசி தீர்த்துக்கலாமா? இது பேய்கிட்டயா? நீங்களே பேசிக்கங்கடா. இருடா மச்சான், இருடா. അന്നിത്തരം മതി, ഉറങ്ങാറായി. പ്രേതന പറഞ്ഞോട്, ആത്മാവേ പോ. അനാമിക, അനാമയെ പറഞ്ഞോട്.